മണിയുടെ നാടിന് വേണ്ടിയുള്ള പ്രവർത്തനം. മണിക്ക് എപ്പോഴും ഒരു പരാതിയുണ്ട്. അതായത് മണി ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന്. അതൊരു പക്ഷേ മണിയുടെ മനസ്സിലുള്ള ഭാഗികമായ തെറ്റിദ്ധാരണയായിരിക്കാം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മണിയുടെ അങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മണിയുടെ ലൈബ്രറി ഉദ്ഘാടനം ലൈവ് കൊടുത്ത ചാനൽ കൈരളിയാണ്. ഞാൻ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ അന്നിങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പോലും ഏറ്റവും കൂടുതൽ സഹായിച്ച ചാനലാണ് കൈരളി ചാനൽ. നമ്മൾ ഒരിക്കലും മറക്കില്ല. അവിടെ വന്ന് ഷൂട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ട് പോയതും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഈ മറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ലൈബ്രറി എന്ന് വെച്ചാൽ ആ ലൈബ്രറി തന്നെയാണ്. അവിടെ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? മണിയുടെ ലൈബ്രറിയുടെ ആ ചടങ്ങ് കൈരളി ചാനൽ ലൈവ് കൊടുത്തിരുന്നു. പക്ഷെ മണിയുടെ നാട്ടുകാർക്ക് മണിയെക്കുറിച്ച് അമിത പ്രതീക്ഷ. എന്ന കാരണം അറിയോ? മണി ഇങ്ങനെ ചെയ്ത് നാട്ടുകാരുടെ പ്രതീക്ഷയുടെ ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇനിയും ചെയ്യണം നാട്ടുകാരുടെ ആഗ്രഹം. എന്നറിയാം, മണി ചെയ്യും തോറും നേരത്തെ മണി പൈസയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. മണി ഇനിയും ചെയ്യണം, മണിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ മണിയുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞ കേൾക്കുക. ഹായ് മോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കളിച്ചു വളർന്ന സ്കൂളിൽ ഈ തവണ 100% വിജയം വരിച്ചു. നമ്മൾ കാണാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാഴ്ചകളുമാണ് ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിനെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോൻ ഇതിനെക്കുറിച്ച് ഒന്നും അവിടെ വന്നു നോക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങളും പലതും ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിന് വേണ്ടിയിട്ട് ബസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള സാധനങ്ങൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തവണ 100% വിജയം വരിച്ച ആ സ്കൂളിന് വേണ്ടിയിട്ട് മോൻ എന്തുകൊണ്ട് അവിടെ വന്നില്ല? വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ. വിളിച്ചില്ല അവർ. വിളിക്കാതെ എങ്ങനെ പോണേ? ഞാൻ ആ സ്കൂളിലേക്കൊക്കെ സൗണ്ട് സിസ്റ്റം വരെ എടുത്തു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അവർ. നമുക്ക് എൻ്റെ ജോലികളില്ലേ സാറേ? ചാലക്കുടി സ്കൂള് മണി ഒരുപാട് സഹായിച്ച സ്കൂളിൻ്റെ ആൾക്കാർ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. മണി ആ സ്കൂളിലേക്ക് വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ അതിന് നേട്ടം മണിക്കല്ല, നിങ്ങൾക്കാ. മണി അതുപോലെ തന്നെ ഈ തിരക്കഥ നോക്കില്ല, സെലക്റ്റീവ് അല്ല. മണി കിട്ടുന്ന രംഗങ്ങൾ ഞാൻ പറയുന്നല്ല, മണിയുടെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞാണ്. ആളിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്, നോക്കിക്കോളൂ. സെലക്ഷൻ പടങ്ങളിൽ അത് കൊലക്കൊടിപ്പിക്കുന്നതിന് വലിയ ഓർമ്മ. അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ കഴുത്ത് വെച്ച് കൊടുക്കില്ലേ, അങ്ങനെ നീ കുറേ സിനിമകൾ ചെയ്തു. നിനക്ക് ബുദ്ധിയില്ലാണ്ടല്ല, നിനക്കറിയാം ഈ പടങ്ങളൊക്കെ ഏത് നിലയിൽ പോകുന്നു. പക്ഷേ എന്നാൽ പോലും അതിലൊക്കെ പോയിട്ട് അഭിനയിച്ചു. അതെന്തിനായിരുന്നു? വേണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തിരക്കഥ വായിക്കാതെ പോകുന്നു അല്ല ശ്രദ്ധിക്കാതെ പോകുന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, എനിക്ക് സാറ് നല്ലൊരു സബ്ജക്റ്റ് എഴുതി നാളെ തരുമോ? നല്ലൊരു സബ്ജക്റ്റ് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കരിമാടിക്കൂട്ടനോ വാസന്തിലക്ഷ്മിയോ അങ്ങനെയുള്ള പോലത്തെ ഒരു സബ്ജക്റ്റ് എനിക്ക് എഴുതി തരാമോ? നല്ല സബ്ജക്റ്റ് കിട്ടിയാൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കും. പിന്നെ എനിക്ക് ആരെ പറഞ്ഞ മാതിരി ഞാൻ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റുമോ? ഇപ്പം ഇന്നലെ സല്ലാപത്തിൽ കണ്ടതുമാതിരി തെങ്ങിൻ്റെ മുകളിൽ എറിഞ്ഞ് വീണ്ടും തേങ്ങയിടാൻ പറ്റുമോ? ഇനി ഓട്ടോറിക്ഷ ഓടിച്ച് ചാലക്കുടി പോകാൻ പറ്റുമോ? നമുക്കിപ്പോൾ കിട്ടുന്ന അവസരങ്ങളല്ലേ ഇത്, കുറച്ച് നാളുകളേ ഉള്ളൂ. അതാരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. ആ സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആക്കണ്ടേ? മണി പക്ഷേ മണി നാദൃശയെ പോലുള്ള ആൾക്കാർ പറയുന്നതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി സെലക്റ്റീവ് ആയിരുന്നെങ്കിൽ മണി കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. ഞാൻ സെലക്റ്റീവ് എന്ന് ചോദിച്ചതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ കുറേ ആൾക്കാർക്ക് സബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ നല്ലൊരു സബ്ജക്റ്റ് എനിക്കെന്താ തരാത്തേ? ഈ പുതിയ സംവിധായകന്മാർ, പുതിയ ന്യൂ ജനറേഷൻ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മണി ശ്രദ്ധിക്കുന്നുണ്ടോ? വലിയൊരു സംവാദം ഉണ്ടാകുന്നു. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജോക്കി ജട്ടി വെളിയിൽ കാണിച്ച് നടക്കുന്ന ആൾക്കാരാ. നമുക്കതൊന്നും പറ്റില്ല. ന്യൂ ജനറേഷൻ സമം ജോക്കി ജട്ടി പുറത്ത് കാണിക്കല് അല്ല, അതെന്ത് സാറേ വേണമെങ്കിൽ ഏതെങ്കിലും മിക്സ് ചെയ്തോളൂ. അല്ല, ഞാൻ അതിനെ ഒന്നും കൂടെ എൻ്റെ തലയിലേക്ക് ഞാൻ കയറ്റിയത് അവനെ. ഓ എന്നാ സംഭവം, ഞാൻ ഭയങ്കര ആളാണ്. ഇത്ര ലളിതമായിട്ട് ഹൃദ്യമായിട്ടും വലിയൊരു സിനിമ എന്താ പറയണ്ടേ, ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു പുതിയ സിനിമാ സംവിധാനത്തെ വളരെ ലളിതമായിട്ട് ഹൃദ്യമായിട്ടും മണി അങ്ങോട്ട് വിശദീകരിച്ചു. സിനിമ മൊത്തമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. അല്ല, മനസ്സിലായി. ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് ഉദ്ദേശിച്ചു കൊണ്ടൊരു സംഭവം. ഈ ന്യൂ ജനറേഷൻ സിനിമകൾ മണിയെപ്പോലുള്ള കലാകാരന്മാർക്ക് വേണ്ടത്ര ഒരു സ്ഥാനം തരാത്ത കൊണ്ടുള്ളൊരു വിഷമമാണോ? ഞാൻ ന്യൂ അല്ലല്ലോ, നമ്മൾ ന്യൂ ജനറേഷൻ അല്ലല്ലോ.
നമുക്ക് കിട്ടുന്ന ക്യാരക്ടറുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ പടങ്ങളും, അമൽ നീരജിൻ്റെ പടം, അൻവറിൻ്റെ പടം, ചോട്ട മുംബൈ, അങ്ങനെ ചില ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് അഭിനയിക്കുന്ന ആളാണ് ഞാൻ. മണി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റോൾ ഉണ്ടാവില്ലേ മണി എന്നുള്ള കലാകാരൻ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു വേഷം തരണ്ടേ സാറേ? ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹിക്കുന്ന വെച്ചാൽ ഏത് വേഷം കിട്ടിയാലും ഞാൻ നന്നായിട്ട് അഭിനയിക്കും. ചില വേഷങ്ങൾ മോശമായിരിക്കും, ആ വേഷത്തിൽ ഞാൻ അതേമാതിരി അഭിനയിക്കും. എന്ത് ചെയ്യാൻ പറ്റുക?